ചാലിയപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ 116ാമത് വാർഷികം ഏപ്രിൽ 29-ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ദീർഘകാലം ഹൈസ്കൂൾ പ്രൈമറി വിഭാഗത്തിൽ സർവീസുള്ള 4 അധ്യാപകർ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ 2 പരിപാടികളാണ് 29-ന് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ നഴ്സറി വിദ്യാർത്ഥികളുടെ പരിപാടിയും വൈകുന്നേരം 5 മണി മുതൽ ഹൈസ്കൂൾ വിഭാഗം ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വാധ്യാപകർ, അമ്മമാർ ഇവരൊക്കെ പരിപാടികൾ നടക്കുകയാണ്. പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ സർക്കാർ സ്കൂളിൽ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മറ്റുള്ള CBSE പോലെയുള്ള സ്കൂളുകൾ കുട്ടികൾ ഒരുപാട് സ്കൂളിലേക്ക് വിദ്യാലയത്തിൽ നിന്നും പോകുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂളുകൾ അക്കാഡമിക് പ്രവർത്തനങ്ങൾ ഒന്നിച്ച് അക്കാഡമിക് ഇതര പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കുട്ടികൾക്ക് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികൾക്കും മത്സര പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നില്ല എന്ന രക്ഷകർത്താക്കളുടെ പരാതി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വാർഷികാഘോഷത്തിൽ ഇതിൻ്റെ പ്രാധാന്യമായി ഞങ്ങൾ കാണുന്നത്. എല്ലാ കുട്ടികൾക്കും നമ്മൾ സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതേപോലെ കുട്ടികൾക്ക് മാനസികോല്ലാസം ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്നുള്ളതാണ് ഇതിനെ ഞങ്ങൾ കാണുന്ന ഒരു പ്രാധാന്യം. 1908-ൽ സ്ഥാപിതമായ ഈ ചാലിയപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയ കാലത്ത് ഓടിട്ട കെട്ടിടങ്ങൾ നിലനിന്നിരുന്ന ആ കാലത്ത് ഇപ്പോൾ 2024 എത്തിയപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചൊക്കെ നിർമ്മിച്ചിട്ടുള്ള പുതിയ ബിൽഡിങ്ങുകൾ കൊണ്ട് സ്കൂൾ നല്ല മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാലും ലാബ്, ലൈബ്രറി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനത്തിലും ഒന്നിനൊന്ന് മികച്ച ഒരു നിലവാരമാണ് ചാലിയപ്പുറം സ്കൂൾ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് അക്കാദമിക് നിലവാരത്തിലും അതുപോലെ തന്നെ നോൺ അക്കാദമിക് നിലവാരത്തിലും ഗവൺമെൻറ് സ്കൂൾ കൊണ്ടോട്ടി സബ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയ ഒരു സ്കൂളിൽ ഒന്നാണ്. 116 വർഷത്തെ സ്കൂളിൻ്റെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഗവൺമെൻറ് സർവീസിലുള്ള ജീവനക്കാരെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരെ വരെയും ഈ സ്കൂൾ സംഭാവന നൽകിയിട്ടുണ്ട്. നാളെ നടക്കുന്ന വാർഷികത്തിൽ 116ാമത്തെ വാർഷികത്തിൽ 4 അധ്യാപകരാണ് സ്കൂളിൽ നിന്ന് റിട്ടയറായി പോകുന്നത്. ഹൈസ്കൂൾ 11 വർഷമായി നമ്മുടെ ഹൈസ്കൂൾ ഇവിടെ തുടങ്ങിയിട്ട്. ആ 11 വർഷത്തിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ആദ്യത്തെ ഹൈസ്കൂളിലെ HM ആണ് വിരമിക്കുന്നത്. അതിൻ്റെ ഒരു യാത്രയപ്പ് സമ്മേളനവും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനവും 3 അധ്യാപികമാർ കൂടി നാളത്തോടു കൂടി റിട്ടയർ ആകുന്നുണ്ട്. ശകുന്തള ടീച്ചർ, അതുപോലെ തന്നെ സുൽമത്ത് ടീച്ചർ, ശാന്തകുമാരി ടീച്ചർ, പ്രധാന അധ്യാപകൻ മുസ്തഫ മാസ്റ്റർ എന്നിവരാണ് നാളെ ഈ റിട്ടയറായി പോകുന്നത്. ഒരു വിപുലമായിട്ടുള്ള ഇതുവരെ ചാലിയപ്പുറം ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ചരിത്രമാണ് നാളെ നടക്കാൻ പോകുന്ന 116ാമത്തെ വാർഷികം. സംവിധായകനും സിനിമാ സംവിധായകനും പിന്നണി ഗായകനുമായിട്ടുള്ള നാദിർ ഷയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റു രാഷ്ട്രീയ പ്രമുഖ വ്യക്തിത്വങ്ങളും സാംസ്കാരിക മേഖലകളിലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ വൈജ്ഞാനിക കുതിപ്പിന് തുടക്കമിട്ട ഏറെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ് ചാലിയപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ. നമുക്കറിയാം, വലിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തുള്ള ഒരു വിദ്യാലയമാണ് ചാലിയപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ. അതിൻ്റെ 116ാമത് വാർഷികമാണ് നാളെ സംഘടിപ്പിക്കപ്പെടുന്നത്. 3 സെഷനുകളായിട്ടാണ് വാർഷികാഘോഷങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ കൃത്യം 10 മണി മുതൽ 12 മണി വരെയുള്ള ആദ്യ സെഷനിൽ പൂർവ്വ അധ്യാപക സംഘവും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള
പരിപാടികൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടേതാണ്. അവരുടെ പരിപാടികൾ 2:30 ശേഷം ആരംഭിക്കും. തുടർന്ന് UP വിഭാഗം വിദ്യാർത്ഥികളുടെ പരിപാടികൾ 5 മണിക്ക് ശേഷവും 7 മണിക്ക് ശേഷം യാത്രയപ്പ് സമ്മേളനവും ആരംഭിക്കും. ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രധാന അധ്യാപകൻ മിശ്ര സാർ അടക്കമുള്ള 4ഓളം അധ്യാപകർ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് യാത്ര സുഖകരമായ സേവനശേഷം വിരമിക്കുകയാണ്. അവർക്ക് നാടിൻ്റെ ഒരു നാട്ടുത്സവമായാണ് നാളെ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിലെ മുഖ്യാതിഥിയായി ഏറെ പ്രശസ്തനായ ഫിലിം ആർട്ടിസ്റ്റും സിനിമ സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള നാദിർ ഷാ മുഖ്യാതിഥിയായി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഈ അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണമൊക്കെ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയത്തിലെ ഒരു മെഡിസെപ്പ് പദ്ധതിയുടെ ലോഞ്ചിങ് നാളെ PTA നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു മെഡിസെപ്പ് പദ്ധതിയുടെ ലോഞ്ചിങ് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന എടവണ്ണപ്പാറയിലെയും പരിസരങ്ങളിലെയും ആരോഗ്യ ജീവകാരുണ്യ കലാകായിക രംഗങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന മരണപ്പെട്ട ഡോക്ടർ EN വത്സരാജിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മരണകൾക്കായി അവരുടെ കുടുംബം നൽകുന്ന ഒരു എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച പ്രതിഭയ്ക്ക് ആ എൻഡോമെൻറ്റിൻ്റെ അവാർഡ് വിതരണവും ചടങ്ങിൽ നടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപികമാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും മികച്ച കലാ പ്രകടനങ്ങളും നാളെ ഈ ആഘോഷത്തെ അല്ലെങ്കിൽ ഈ വാർഷികത്തെ വർണ്ണാഭമാക്കുന്ന രീതിയിലുള്ള നിരവധി കലാപരിപാടികളാണ് നാളെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിലേക്കൊക്കെ അത് ആസ്വദിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. പദ്ധതി ഞാൻ പറഞ്ഞതാ. മെഡിപ്ലസ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്കൂളിൽ ഈ വർഷം PTA കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മെഡിപ്ലസ് പദ്ധതി. ഈ മെഡിപ്ലസ് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ കുട്ടികളിലെ കുടുംബങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഒരു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഒരു ലബോറട്ടറിയും ഒരു മെഡിക്കൽ ഷോപ്പും തമ്മിൽ PTA കമ്മിറ്റി ടൈപ്പ് ആയിക്കൊണ്ട് 5% മുതൽ 35% വരെ ഡിസ്കൗണ്ട് അനുവദിക്കുന്ന ഒരു പ്രിവിലേജ് കാർഡാണ് ഞങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നത്. ഇത് തന്നെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു പദ്ധതിയാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. വെറും ഒരു വാർഷികം കഴിക്കുന്നതിന് പകരമായി ഒരു ഔട്ട്പുട്ട് ലഭിക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എടവണ്ണപ്പാറയിലെയും പരിസരങ്ങളിലെയും ഏറെ പ്രിയങ്കരനായിരുന്ന ജനകീയ ഡോക്ടർ എന്നറിയപ്പെടുന്ന, പാവങ്ങളുടെ ഡോക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ EN വത്സരാജ്, നമുക്കറിയാം മരണപ്പെട്ട ഡോക്ടർ EN വത്സരാജിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവരുടെ കുടുംബം ഏർപ്പെടുത്തിയ ഡോക്ടർ EN വത്സരാജ് എൻഡോമെൻ്റ്, അത് ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് ആ വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുകയും പാഠ്യേതര വിഷയങ്ങളിൽ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത വിദ്യാർത്ഥിക്ക് ആണ് അത് നൽകുന്നത്. നാളെ സ്കൂൾ വാർഷിക ചടങ്ങിൽ ഡോക്ടർ EN വത്സരാജ് എൻഡോമെൻ്റ് അവാർഡ് തുക കുട്ടിക്ക് കൈമാറുന്നതാണ്, മികച്ച ഒരു കുട്ടിക്ക് കൈമാറുന്നതാണ്. 1908 സ്ഥാപിതമായ ഈ സ്കൂളിൻ്റെ 116ാമത് വാർഷിക ആഘോഷം വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.